ചേട്ടാ, എനിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല. പഠിക്കാൻ തുടങ്ങിയാൽ കളിക്കാൻ തോന്നും, കളിക്കുമ്പോ തിന്നാൻ തോന്നും, തിന്നുമ്പോ ഉറങ്ങാൻ തോന്നും. കോൺസെൻട്രേഷൻ എന്ന സാധനമേ കിട്ടുന്നില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ, താൻ ഈ വള്ളിയിലൂടെ അപ്പുറത്തേക്ക് നടന്നോ. വീണാലും പേടിക്കാനില്ലെന്നേ, ആഴം കുറവാ. അങ്ങനെ പല തവണ നടന്നാൽ കോൺസെൻട്രേഷൻ കൂടും. ശ്രമിച്ചു നോക്ക്. അയ്യോ, പേടിയാവുന്നു. ഈ വടി പിടിച്ചു നടന്നാൽ ബാലൻസ് കിട്ടാൻ എളുപ്പമാ. ശരി, ചേട്ടനോട് ചിരി നിർത്താൻ പറ. കോൺസെൻട്രേഷൻ പോകുന്നു. ഒന്ന് നിർത്തടോ, അവനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇതിലും ഈസിയായി ഞാൻ ചെയ്തു കാണിക്കാം. പിന്നെ ചെയ്യും, പറയാൻ എളുപ്പമാ. ചെയ്യുമോടോ, ഞാൻ ചെയ്യും. ആ കമ്പിങ്ങുതാ. ഇന്നാ പിടി, കാണട്ടെ. കൊമ്പപ്പുറത്തേക്ക് കൊണ്ടുപോകാനല്ലേ ഇതുവഴി പോകുന്നതാ എളുപ്പം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കഴുതയുടെ മൺപ്രതിമയാണ്. ആരുടെ? കഴുതയുടെ. അതിന് ആദ്യം ഒരു വലിയ മൺകട്ട വേണം. എന്തു കട്ട? മൺകട്ട. ഇനി ഈ കട്ടയ്ക്കകത്ത് ഒരു കഴുതയുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കണം. എന്തു വേണം? വിചാരിക്കണം. എന്നിട്ട് ആ കഴുതയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റണം. ടു. എങ്ങനെ മാറ്റണം? കൊത്തി കൊത്തി. കണ്ടോ കണ്ടോ, മണ്ണ് മാറ്റിയപ്പോൾ കഴുത തെളിഞ്ഞു. എന്തു തെളിഞ്ഞു? കഴുത. ഇനി എല്ലാവരും ഓരോ പ്രതിമയുണ്ടാക്കണം. എന്തുണ്ടാക്കണം? പ്രതിമ. സൂത്ര, മേൽനോട്ടത്തിന് താനിവിടെ നിൽക്കാമോ? താൻ അതിന് പറ്റിയ ആൾ. അവരുടെ സംശയങ്ങളൊക്കെ തീർക്കണം. എന്തു വേണം? തീർക്കണം. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ. ഹിഹി. ഞാൻ മുയലിന്റെ പ്രതിമയാ ഉണ്ടാക്കുന്നത്. ടപ്പടു. അപ്പോൾ മൺകട്ടയിൽ മുയലുണ്ടെന്ന് ആദ്യം വിചാരിക്കണം. കേട്ടോ? എന്തുണ്ടെന്ന് വിചാരിക്കണം? മുയലുണ്ടെന്ന്. ആനയെ ഉണ്ടാക്കിയതാ. കൊള്ളാം. ഇത് വാലോ തുമ്പിക്കയ്യോ? പ്രതിമ തീർന്നെന്നോ? കൊറേ ഉറുമ്പുകളുടെ പ്രതിമയാ ഉണ്ടാക്കിയത്. ഹലോ, സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. കടക് ദുഃഖ്. മൺകട്ടയ്ക്കുള്ളിൽ എന്താണെന്നാ താൻ വിചാരിച്ചത്? കരടി. കരടിയാണെങ്കിൽ ഇങ്ങനെയല്ല മണ്ണ് കൊട്ടേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. വേണ്ട, ഇത്ര സ്പീഡിൽ കൊത്തിയാൽ ശരിയാവില്ല. മിണ്ടാതിരി. സ്പീഡിൽ കുത്തിയാൽ പ്രതിമ കിട്ടില്ല. നേട്ടം. മുണ്ടരുതെന്നല്ല പറഞ്ഞത്. സ്പീഡിൽ കൊത്തിയില്ലെങ്കില് മൺകട്ടയ്ക്കുള്ളിലെ കരടിയെ കിട്ടില്ല. എല്ലാവർക്കും അക്ഷരമൊക്കെ അറിയാമല്ലോ. സൂത്ര, പ എന്ന് എഴുതി കാണിക്ക്. മിടുക്കൻ. ഇനി ഷേരു വന്ന് ട എന്ന് എഴുത്. പ മായ്ച്ചിട്ട് എഴുതിയാൽ മതി. എന്താ അറിയില്ലേ? തെറ്റ്. മായ്ച്ചിട്ട് വീണ്ടും എഴുത്. പിന്നെയും തെറ്റ്. ഒരു ക്ലൂ തരാം. പാമ്പിനെ പോലെ വളഞ്ഞിരിക്കും. അങ്ങനെ തന്നെ എഴുതിക്കോ. എന്തിനാ പിള്ളേർ എന്നെ കണ്ടപ്പോ ചിരിച്ചത്? അത് പറയടോ. ചേട്ടന്റെ മുഖത്ത് കരി പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ടാ. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ചിരിക്കുന്നതോ? ഏയ്, അത് അപ്പോഴാ കണ്ടത്. ചിരിക്കുന്നതല്ല, കരി. കണ്ടു. എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത്? ചേട്ടൻ
ചേട്ടന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നിയില്ല. ചേട്ടന് വിഷമം വന്നാലോ എന്ന് കരുതിയ. പറയാൻ മടിയുണ്ടെങ്കിൽ എഴുതി കാണിക്കണം. അല്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കാനാ കൂടെ വരാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ പിള്ളേരുടെ മുന്നിൽ ഞാനിപ്പോ വെറും ആരായി? വെറും കോമാളി. അത് ശരിയാ, കോമാളിയാ അല്ലേ സൂത്ര? അല്ലേ സൂത്ര? താൻ ഇടിച്ചോണ്ട് അങ്ങനെ നിന്നാ മതി. കടുവ കൂട്ടിലുണ്ടായിട്ട് ഒരു ഗുണമില്ലല്ലോ എന്റെ കാട്ടുമുത്തപ്പാ. ഞാൻ എന്തു ചെയ്യാനാ സൂത്ര? കാര്യം പറ്റിയിട്ടല്ലേ. അതല്ല, എന്നെ തല്ലുമ്പോ തനിക്ക് ഒന്ന് എതിർക്കാൻ തോന്നിയോ? തല്ലിട്ട് പോയപ്പോ താനൊരു അക്ഷരം മിണ്ടിയോ? എന്റെ ഫ്രണ്ടിനെ തല്ലുന്നതൊന്ന് കാണട്ടെ എന്ന് നെഞ്ചു വിരിച്ച് പറയാൻ തനിക്ക് പറ്റിയോ? ഒരു കടുവ വിചാരിച്ചാൽ സിംഹമൊക്കെ പുല്ല് അറിയാമോ? ആണോ? എങ്കിൽ ഞാൻ ചോദിക്കും, നെഞ്ചാദ്യം വിരിക്കട്ടെ. അയ്യോ അടിയൻ. സൂത്രോ, ഇനി കണ്ടില്ലെന്ന് പറയരുത്. പക്ഷേ എന്തു കണ്ടില്ലെന്ന്? സൂത്രനെ നല്ലുന്നത് കാണട്ടെ എന്ന് ശരി തന്നല്ലോ, അത് കാണിച്ചതാ. പറയാൻ ധൈര്യം കിട്ടാത്തത് കൊണ്ട് എഴുതി കൊടുത്തതാ. രക്ഷപ്പെട്ടു. ഇത് തന്നെ മുഖം. ഹിഹി. എന്റെ കാട്ടുമുത്തപ്പ ആരാ മനസ്സിലായില്ലേ? കഴുതപ്പുലികളാ, അടുത്ത കാട്ടീനാ. ഹിഹി. കഴുതപ്പുലിയാണെന്ന് മനസ്സിലായി. എന്താ ഇവിടെ കാര്യമെന്നാ മനസ്സിലാവാത്തത്? അപ്പൂപ്പൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖമാ അങ്ങയുടേത്. ഹിഹി. എല്ലാം കപ്പുമുത്തപ്പന്റെ അനുഗ്രഹം. ഹിഹി. കാട്ടുമുത്തപ്പൻ എന്നാണോ ഉദ്ദേശിച്ചത്? കഴുതപ്പുലി മുത്തപ്പൻ എന്നതിന്റെ ചുരുക്കമാ കപ്പുമുത്തപ്പൻ. ഹിഹി. ആര് കാട്ടുമുത്തപ്പൻ? ഞങ്ങളൊക്കെ എന്ത് സങ്കടം വന്നാലും കപ്പുമുത്തപ്പനെ വിളിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഹിഹി. ഇന്നലെ ഈ അപ്പൂപ്പന്റെ കപ്പുമുത്തപ്പനെ സ്വപ്നം കണ്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത്? കല്ലുകൊണ്ടുള്ള ദേഹവും കുറുക്കന്റെ തലയുമാണ് കപ്പുമുത്തപ്പന്. സൂത്രനും കുറുക്കന്റെ തലയോ? ഞാൻ സ്വപ്നത്തിൽ കണ്ട കപ്പുമുത്തപ്പന്റെ മുഖത്തിന് ഇതേ ചായയാ. ഹിഹി. കൂടെ വന്ന് അനുഗ്രഹിക്കണം. ഹിഹി. അതെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാ. അവരിങ്ങനെ ബഹുമാനിച്ചു വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കുന്നത് മോശമാണ്. ഞാൻ പോയിട്ട് വരാം. വല്ലതും തടഞ്ഞാൽ തനിക്കും കൊണ്ടുവരാം. ഹിഹി. നിങ്ങളുടെ ഏതെങ്കിലും മൂത്തപ്പന് കടുവത്തല കാണുമോ? പിള്ളേരെന്താ ഒന്നും ഇണ്ടാത്തത്? പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കടാ. ഹിഹി. കുറച്ചു കാലത്തേക്ക് എന്റെ തീറ്റക്കാരെയും ഈ വണ്ടന്മാര് നോക്കിക്കോളും. ദൈവമേ, മുത്തപ്പ കേൾക്കുമാറാകണം. കഴുതപ്പുലികൾക്ക് ബുദ്ധി ഉണ്ടാകണം. ഹിഹി. കാട്ടിലെ കപ്പുമുത്തപ്പ കഴുതപ്പുലി രക്ഷിച്ചാ പിന്നെ ബാക്കി എല്ലാരും ഞങ്ങൾക്കായി കാത്തുവെക്കണേ. ഇതാണ് കല്ല്. എനിക്ക് ഇരിക്കാനായിരിക്കും. ഏയ് അല്ലല്ല, കപ്പുമുത്തപ്പന്റെ ദേഹം ഉണ്ടാക്കിയതാ. അങ്ങയുടെ തല കൂടി കിട്ടിയാൽ മുത്തപ്പന്റെ പ്രതിമ മുഴുവനാക്കാമായിരുന്നു. ഹിഹി. എന്റെ കാട്ടുമുത്തപ്പ, കാലിനുള്ള വ്യായാമമാ. കാലിങ്ങനെ മാക്സിമം പൊക്കി മരത്തിൽ ചവിട്ടി നിൽക്കണം. രണ്ടു കാലും ഇതുപോലെ ചെയ്യണം. ശരി, നമുക്കും വ്യായാമം ചെയ്യാം. എളുപ്പ വഴിയുണ്ട്. രണ്ടു കാലും ഒരുമിച്ച് ചവിട്ടുന്നത് എളുപ്പം. എടോ, തോൻ പറഞ്ഞു കൊടുത്ത കഥ മോന് ഇഷ്ടപ്പെട്ടില്ല. അമ്മോ, എന്തൊരു വേദന! അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. വേദന മറക്കാനുള്ള വഴി പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞേ. ഏയ്, എപ്പോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പ്രകൃതി തന്ന സൂത്രം നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്.
പറയൂ കുഞ്ഞെ, അടി കൊണ്ട് കരഞ്ഞപ്പോൾ ഒപ്പം ഒരു കാര്യം കൂടി ചെയ്തില്ലേ? ഓർമ്മയുണ്ടാവില്ല, ഞാൻ പറയാം. അടി കിട്ടിയ ഉടനെ ഒന്ന് ചാടിയില്ലേ? ചാടി? ആ, അതാണ് കുഞ്ഞെ പ്രകൃതി തന്ന വഴി, ചാട്ടം. പെട്ടെന്ന് വേദനിച്ചാൽ നമ്മൾ ചാടും. അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. പിന്നെയും പിന്നെയും ചാടിയാൽ വേദന പിന്നെയും കുറയും. അതാർക്കും അറിയില്ല. 100 തവണ ചാടിയാൽ മാറാത്ത വേദനയില്ല. പരീക്ഷിച്ചു നോക്കൂ കുഞ്ഞെ. കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയാണോ? ദും ദും ദും. ആശ്വാസം തോന്നുന്നുണ്ടോ കുഞ്ഞെ? വേദന കുറയാനുള്ള സൂത്രമോ? വല്ല വേദനയുമുണ്ടോ എങ്കിലേ ചാടിയിട്ടേ കാര്യമുള്ളൂ. എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം. ഓഹോ, എങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം ചാടിക്കോളൂ. ദും ദും. വേദന വരുമ്പോഴൊക്കെ ചാടണം. ദാ ഇങ്ങനെ 100 തവണ. ശക്തിയായി ചാടിയാൽ ശക്തിയുള്ള വേദന മാറും. ദും 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 ദും. വേദനിച്ച് ചാടിയാൽ വേദന മാറി തുള്ളിച്ചാടാം കുഞ്ഞുങ്ങളെ. ദും ദും കിർക്രേ. വേദനകളില്ലാത്ത ഒരു കാടാണ് എന്റെ സങ്കല്പം. എന്റെ അമ്മ, ആ കൊരങ്ങന്മാര് ചാടിച്ചാടി കൊമ്പൊടിഞ്ഞു. എന്തൊരു വേദന! അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ചാടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാക്കി തന്നാൽ മതി വൈദ്യരെ. സൂത്രന് പനിയോ? പറഞ്ഞു. മടക്കത്തിൽ വൈദ്യരെ കണ്ട് പനിയുടെ മരുന്ന് വാങ്ങാം. ഇടിയുടെ മരുന്നും ചിലപ്പോ വേണ്ടി വരും. ഒരു ആന ഈ ഗുഹ തകർക്കുമെന്ന് ഭീഷണി മുഴക്കി. താൻ പെട്ടെന്ന് എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കേ. സൂത്ര കടിയന്റെ അല്ല, ആനയുടെതല്ല വരുന്നത്. എനിക്ക് പനിയാ ചേട്ടാ. ശരിക്കും പനിയാ ചേട്ടാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തട്ടിപ്പല്ല. ഒഴിവ് കഴിവൊന്നും പറയണ്ട. ഏതെങ്കിലും സൂത്രം വേഗം പറ. ആന എത്താറായി. കഴിവൊക്കെ ഉണ്ട്, പക്ഷെ പനി കാരണം പറയാനുള്ള ഒഴിവില്ല. അതാ പ്രശ്നം. മിണ്ടാതിരി, സൂത്രം പറയട്ടെ. അത് ഞാൻ ഒന്ന് തല ചുറ്റി വീണു. ചതിച്ചോ? ഉണർത്തടോ. സൂത്ര, ഉണരടോ. മതി ബോധം കെട്ടത്. ചേട്ടോ, സൂത്രന് ഉണരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അയ്യോ, സൂത്രൻ ഉണർന്നില്ലെങ്കിൽ ഗുഹയുടെ കാര്യം ഇനി ചിന്തിക്കണ്ട. എടോ, വേറെ ആരെങ്കിലും കിട്ടുമോ? ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരുത്തനുണ്ട്. പെട്ടെന്ന് വരണം. ഓ, വേറെ സൂത്രക്കാരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഈ കഴുതയാണോ? ചേട്ടൻ പറഞ്ഞതുപോലുള്ള ആളോ? എന്നുവെച്ചാ സൂത്രം ആലോചിച്ച് പറയുമെന്ന് അല്ലേ? അതൊന്നും പറ്റില്ല. പിന്നെ ഇവന് എന്തെങ്കിലും ആലോചിക്കുന്നതേ മടിയോ. പിന്നെ എന്തിനാണോ വിളിച്ചോണ്ട് വന്നത്? ചേട്ടനല്ലേ പറഞ്ഞത് ഗുഹയെ പറ്റി ചിന്തിക്കണ്ടെന്ന്. ചിന്തിക്കാതെ ഇരിക്കാൻ ഇവൻ ബെസ്റ്റോ. പാമ്പിനെ കുറച്ച് പേടിയുണ്ടാവുന്നത് നല്ലതാ. ചുമ്മാ അടുത്തേക്ക് ചെല്ലാതിരുന്നാൽ മതി. പാമ്പ് അതിന്റെ വഴിക്ക് പൊക്കോളും. അതെ, സംസാരിച്ചു സമയം പോയല്ലോ. നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാനോ? ഞാനിപ്പോ പറഞ്ഞു. ശരി, താൻ വന്നത് നന്നായി. എന്റെ അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട്. ഏത് അമ്മാവന്റെ ഏതു മോൻ? ഏതോ അമ്മാവന്റെ ഏതോ മോൻ. എനിക്ക് കുറെ അമ്മാവന്മാർ ഉണ്ടടോ. ഇവനാണെങ്കിൽ മഹാവികൃതിയ. അത് പിന്നെ ഏത് അമ്മാവന്റെ മോനായാലും അങ്ങനെയാ. ദേ പോകുന്നു ചടുകുടു. നില്ലടാ അവിടെ. നിന്നോടല്ല പറഞ്ഞത് ഗുഹയ്ക്ക് പുറത്തു പോകരുതെന്ന്. അത് ശരിയോ? ഇതാ ഇവന്റെ കുഴപ്പം. എന്തിനും
ആർക്കാണ് ഉത്തരം മുട്ടിക്കുന്നൊരു ന്യായം? തന്റെ ഉത്തരം മുട്ടിയോ? താൻ കുറച്ചു നേരത്തേക്ക് ഇവന് കാവലിരിക്കാമോ? അയ്യോ, എനിക്ക് പുഴയിൽ കുളിക്കണം. സൂര്യൻ ഉദിച്ചാൽ കുളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോ നട്ടുച്ചയായി. സൂര്യൻ ഉദിച്ചിട്ടല്ലേ നട്ടുച്ചയായത്? അത് ശരിയോ? മിണ്ടരുത്, വന്നിരിക്കുന്ന ഒരു ന്യായക്കാരൻ. ഞാൻ പറഞ്ഞു വന്നത് ഇവൻ ഓടിപ്പോകാതെ നോക്കണം. അതെങ്ങനെ നോക്കും? ഐഡിയ, ഒരു വലിയ വീല് പോലെ കെട്ടി അതിനകത്തു നിർത്താം. ഞാൻ വരുന്നത് വരെ ഈ വള്ളിക്ക് പുറത്ത് ഇറങ്ങരുത്, മനസ്സിലായോ? ആയി. ഹിഹി, അവനിനി ഇതിനു വേറെ ന്യായമൊന്നും കിട്ടില്ല. വള്ളിക്ക് പുറത്തിറങ്ങാതിരുന്നാൽ പോലെ. മതി. സൂത്ര, ചടുകുടു ഓടി പിടിച്ചോ. വള്ളിക്ക് പുറത്ത് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അവൻ എപ്പോഴും വള്ളിക്കകത്ത. അവൻ വള്ളി അഴിച്ചു വയറിൽ കെട്ടി. സൂത്ര, നാളെ നമുക്ക് രാവിലെ കളിക്കണോ വൈകുന്നേരം കളിക്കണോ? രാവിലെ കളിക്കാം. ഇതൊക്കെ എന്തിനാ സൂത്രനോട് ചോദിക്കുന്നത്? നിന്റെ കാര്യം നീ വേണം തീരുമാനിക്കാൻ. സൂത്രനുമായി കൂട്ടുവേണ്ടെന്ന് ഇന്നലെയും അച്ഛൻ പറഞ്ഞതല്ലേ? ഇന്നലെയോ? എപ്പോ? ഇന്നലെ പറഞ്ഞില്ലേ എന്തു കാര്യത്തിനും സൂത്രന്റെ പിന്നാലെ പോകരുതെന്ന്? അത് മിനിഞ്ഞാന്ന്. അല്ല, ഇന്നലെ. അല്ലെന്ന്, മിനിഞ്ഞാന്ന്. ഇന്നലെ. ഞാൻ ഇപ്പൊ വരാം. ശരിയാ, ഇന്നലെയാ. അതെങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നു? ഞാൻ സൂത്രനോട് ചോദിച്ചു. ശരി, കടിയനെ തല്ലാൻ ഏതായാലും നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തല്ലാൻ വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്കിയാലോ? അത് കൊള്ളാം. പറ്റിയ ഒരാളെ എനിക്കറിയാം. അടുത്ത കാട്ടിലെ ഗുണ്ടയോ? തനിക്കറിയാമെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചുമ്മാതൊന്നും വിശ്വസിക്കണ്ട. ഞാൻ ആളെ കൊണ്ടുവരുമ്പോ വിശ്വസിച്ചാ മതി. ഇതാരാ? ഗുണ്ടയോ? കടിയനെ തല്ലാൻ വന്നതോ? ഇവനെ കൊണ്ട് പറ്റുമോ? മൂപ്പർക്ക് എന്നെ അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ശരി, ഇവനെ കൊണ്ട് ഉഷിരൻ തല്ലോ? പണ്ട് എനിക്കും ഒന്ന് കണ്ടിട്ടുണ്ട്. ആളെ കാണിച്ചതാ. കാണിക്കോ? അവന്റെ നാട്ടില് ഞാൻ ഒടിച്ച് കൈ തരാം. ആ പുള്ളിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല, വെറുതെ കാട് കാണാൻ വന്നതാ. ശരി, പോട്ടെ. ഇതാണോ തല്ലി? അവിടെ ചെന്നപ്പോ അങ്ങേരുടെ മോൻ ഒപ്പം ഇരിക്കുന്നു. അതിന് ഞാൻ എന്റെ മോനെ ഒന്ന് ഓർത്തുപോയി. ഒന്നുമില്ലെങ്കിലും നമ്മളൊരു കുടുംബത്തിന്റെ ഭാവി ഓർക്കണ്ടേ? അടി കൊണ്ട് പഞ്ചറായവന്റെ കുടുംബം പട്ടിണിയായി പോവില്ലേ? അയ്യോ, ആ മല ഇടിഞ്ഞു വരുന്നു. ഓ, അമ്പടാ, എങ്ങനെയുണ്ട്? താനല്ലേ കുടുംബം പട്ടിണിയാക്കില്ല എന്നൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ കാര്യമാ. ഇവന്റെ ഒക്കെ ഒരടി കൊണ്ടാൽ തീർന്നു. പ്രിയപ്പെട്ട കാട്ടുമൃഗങ്ങളെ, പക്ഷികളെ, പാമ്പുകളെ, പുഴുക്കളെ, വാറ്റകളെ, നമ്മുടെ കാട്ടിലെ ഏറ്റവും സൂത്രക്കാരനായ കുറുക്കനാണല്ലോ സൂത്രൻ. വളർന്നു വരുന്ന കാട്ടുജന്തുക്കൾക്ക് വേണ്ടി സൂത്രൻ തന്റെ തട്ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു. നാളെ 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 സൂത്രന്റെ തട്ടിപ്പ് ക്ലാസ് നാളെ. മണ്ടന്മാരായ കാട്ടുജന്തുക്കൾക്ക് സുവർണാവസരം. പരിപാടി പൊളിയും. ഒരൊറ്റ എണ്ണത്തിൽ താല്പര്യമില്ല സൂത്ര. നാണക്കേടാകുമോ? തന്റെ പ്രസംഗത്തിന്റെ കുഴപ്പമാ. ഇനി പ്രസംഗം വേണ്ട. താൻ ഓരോരുത്തരെ നേരിട്ട് കണ്ടു ക്ഷണിക്ക്. 100 ആളെങ്കിലും വന്നില്ലെങ്കിൽ തന്റെ വാല് ഞാൻ മുറിക്കും. അയ്യോ, നൂറ് പോയിട്ട് 5 പേരെ കിട്ടിയില്ല. എന്റെ വാല്. ഐഡിയ. സൂത്ര, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്താ? ഒറ്റ ഏറിന് 1000 പേരാ വരുന്നത്.
ശരു, ഇതാരാ? എന്റെ അമ്മാവന്റെ മോന് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇതമ്മാവന്റെ. ഞാൻ ഇവനെ കണ്ടിട്ടില്ല. അത് നീ ഏത് അമ്മാവന്റെ മോനാടാ? ഞാൻ അമ്മാവന്റെ മോനല്ല, അച്ഛന്റെ അമ്മയുടെ മോനാ. കുറെ അമ്മാവന്മാരുണ്ടെന്ന് മൊത്തം കൺഫ്യൂഷനാ. ഏതായാലും എടുക്കണ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയാ. നീ എങ്ങോട്ടോ? പണിയെടുക്കാൻ പോയതാ, അടിച്ചു പൊളിക്കണ്ടേ? അത് ഞാനൊരു ശൈലി പറഞ്ഞതാ, വിട്ടുകളാ. വിട്ടു കളഞ്ഞു. ഇതെന്താടോ ഇങ്ങനെ? താൻ നേരത്തെ പറഞ്ഞത് തെറ്റാ. ഇവൻ അത്ര മിടുക്കനല്ല. ഇവനെ നല്ലവനൊക്കെ ഞാൻ മുൻകൈ എടുക്കണമെന്ന് അമ്മ പറഞ്ഞു. ചേട്ടാ, ഇതിലേതാ ചേട്ടന്റെ മുൻകൈ? ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്നെ കൊണ്ടോ? ഏറ് കൊണ്ടതുപോലെയാണോ? നിന്നെ സഹിക്കാൻ പറ്റില്ല, പോടാ. നീ നിന്റെ പാട് നോക്കി പോ. കയ്യിലൊരു പാടുണ്ട്, അത് നോക്കിയാൽ മതിയോ? ക്ഷമിക്ക് ശരു, അവൻ കുഞ്ഞല്ലേ. ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ ഒന്ന് കണ്ണടച്ചേക്കണം. എനിക്ക് വിശക്കുന്നു. ദേ അടുത്ത പ്രശ്നം. ഞാൻ പോയി വല്ലതും കിട്ടുമോ നോക്കാം. ഈ എലിയെ മാത്രമേ കിട്ടിയുള്ളൂ. ഇതിനകത്താക്കി മിണ്ടാതിരുന്നോണം. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. പയ്യൻ പിന്നെയും കുറച്ചില്ലോ. എലിയെ തിന്നിട്ടും വിശപ്പോ? തിന്നില്ലല്ലോ, അകത്താക്കാനല്ലേ പറഞ്ഞത്. ഞാൻ ഗുഹയുടെ അകത്താക്കി പുറത്ത് കാവൽ നിന്നു. അവൻ അകത്തിരുന്ന് പ്രശ്നമുണ്ടായാൽ കണ്ണടയ്ക്കാൻ പറഞ്ഞില്ലേ? ഞാൻ കണ്ണടച്ചിരുന്നപ്പോ അവൻ ഇറങ്ങി ഓടി. നീ വിശക്കുന്നേ. എന്തിനാ സൂത്രന്റെ അമ്മേ കമ്പ്? തണുപ്പ് കാലത്ത് കത്തിക്കാനുള്ള വിറകാ. തണുപ്പ് കാലത്തു മാത്രമാണോ? രാത്രി ഉണ്ടാവില്ലേ? തണുപ്പ് കാലത്ത് എന്ന് വെച്ചാൽ തണുപ്പുള്ള ദിവസങ്ങളിൽ. ഈ വിറക് കത്തിച്ച് അടുത്തിരുന്നാൽ ചൂട് കിട്ടും. വിറക് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മരങ്ങളുടെ ചില്ല ഉണങ്ങുമ്പോൾ അതെടുക്കും. ഒരുമിച്ച് കെട്ടിവെച്ച് സൂക്ഷിക്കും. ആവശ്യത്തിന് എടുക്കും. ഞാൻ സഹായിക്കട്ടെ സൂത്രന്റെ അമ്മേ? മിടുക്കൻ. കണ്ടോടാ സൂത്ര, നിനക്ക് തോന്നിയില്ലല്ലോ ഇങ്ങനെ ചോദിക്കാൻ. മരത്തിന്റെ കമ്പെല്ലാം കെട്ടിവെച്ചു. ഇനി ഉണങ്ങുമ്പോ നേരെ എടുത്തോണ്ട് പോകാം. ഇനി കണക്ക് പഠിച്ചോ? സൂത്രന് ഒരു ദിവസം 4 മാങ്ങ കിട്ടി. സൂത്രന് മാങ്ങ ഇഷ്ടമല്ല സാറേ. ഇത് കണക്കാ. ചോദിച്ചു കഴിയട്ടെ, ശരി മിണ്ടാതിരി. ഒരു ദിവസം 4 മാങ്ങ കിട്ടി. അത് സൂത്രൻ ഗുഹയിലേക്ക് കൊണ്ടുപോയി. സൂത്രൻ ഗുഹയിലെത്തി. തലേന്ന് 3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര മാങ്ങ? ശരി പറയൂ. 3 മാങ്ങ. അതെങ്ങനെ? അന്ന് സൂത്രന് 4 മാങ്ങ കിട്ടിയില്ലേ? പക്ഷേ തലേന്ന് 3 മാങ്ങയല്ലേ കിട്ടിയത്? അപ്പൊ ആകെ 3 മാങ്ങ. ഒരു മാങ്ങ വഴിയിൽ വീണ് പോയിട്ടുണ്ടാവും, അതാണ്. മാങ്ങ വീണുപോയോ? ഇതൊക്കെ ആര് പറഞ്ഞു? സൂത്രന് 4 മാങ്ങ കിട്ടിയില്ലേ? കുട്ടി, അത്രയും ശരിയാ. സൂത്രൻ അത് തലയിൽ വെച്ച് കൊണ്ടുപോയി. ഒരെണ്ണം തലേന്ന് വീണു. അതല്ലേ ഗുഹയിൽ ചെന്നപ്പോ തലേന്ന് 3 മാങ്ങ കിട്ടിയത്? കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു, എങ്കിൽ കയ്യിൽ നിന്ന് 4 മാങ്ങയും കിട്ടിയേനെ. സൂത്രനെ വിളി. എന്റെ 4-5 മുടി വെളുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് വേറെ ആരും അറിയരുത്. ഇങ്ങനെ വിളിച്ചു കൂവിയാൽ അറിയാൻ ഇനി ബാക്കി ആരും കാണില്ല. അതങ്ങ് പറിച്ചു കളഞ്ഞാൽ പോരെ? പോരാ, ഒരാഴ്ച കഴിഞ്ഞാൽ വേറെ മുടി നരയ്ക്കും. ഇതാരും അറിയാതെ സൂക്ഷിക്കാൻ എന്തെങ്കിലും സൂത്രം വേണം. കുറച്ച് ദിവസത്തേക്കെങ്കിലും. ഐഡിയ. കാട്ടിൽ നാളെ വെളുപ്പു ദിനം ആചരിക്കാം. വെളുപ്പു ദിനമോ? അതെ, എല്ലാവരും കഴുത്തിന് മുകളിൽ വെള്ള നിറം പൂശാൻ പറയാം. പിറ്റേന്ന് ആ കളർ കഴുകിക്കളയാം. പിന്നെ നരച്ച മുടി കണ്ടാലും കളർ ശരിക്കു പോകാത്തതാണെന്ന് വിചാരിച്ചോളും. അത് കൊള്ളാം. എന്നാ പിന്നെ എല്ലാവരോടും വെള്ള പൂശാൻ പറ.
നാളെ വെളുപ്പുദിനം. എല്ലാവരും കഴുത്തിനു മുകളിൽ വെള്ള നിറം പൂശി നടക്കണം. ചേട്ടാ, ഞങ്ങൾ തന്നെ ആദ്യം വെളുപ്പടിച്ച് മാതൃകയായി. ചേട്ടൻ ഇരി, ചേട്ടനെ മാതൃകയാക്കി തരാം. പേടക്കാതടാ, ഇതാ എളുപ്പം. തെറ്റിയിട്ടില്ല. തൂങ്ങിക്കിടക്കുമ്പോ കഴുത്തിന് മുകളിൽ ശരീരമല്ലേ? പകുതി പൂശിയപ്പോഴേക്കും പെയിന്റ് തീർന്നു. വെളുപ്പ് ദിനം ആചരിച്ചതിന് താങ്ക് യു പറയാൻ വന്നതാ. അസുഖം കാരണം മുഖത്ത് നിറയെ പാടായിരുന്നു, പാണ്ടുപോലെ. പെയിന്റ് അടിച്ചപ്പോ അത് മറഞ്ഞു കിട്ടി. ഇത് ആരുടെ ഐഡിയയാ? സൂത്രന്റെ. കടിയൻ ചേട്ടൻ പറഞ്ഞിട്ടോ. അപ്പൊ കടിയൻ ചേട്ടന് മുഖത്ത് പാടുണ്ടായിരുന്നല്ലേ? അറിഞ്ഞോ? കടിയൻ സിംഹത്തിന് മുഖത്ത് പൊളുക്കാൻ തേച്ചത് പോണ്ടായി എന്ന് പറയുന്നത് ഇതാണോ സൂത്ര? എങ്ങോട്ടോ സൂത്ര? താൻ വന്നോ? പിന്നെ ഞാൻ എന്തിനാ ഇത് തലയിൽ വെക്കുന്നത്? കാര്യം എന്താണെന്ന് പറ സൂത്ര. പറയാം. ആദ്യം താനിത് പിടി. കുറച്ച് പടവലങ്ങ കൊണ്ടുവരണം. കരടിച്ചേട്ടനുള്ളതാ. അതിനെന്തിനാ പലക? പറഞ്ഞു തരാം. ദാ ആ തുരുത്തിൽ കരടിച്ചേട്ടൻ കുറെ പടവലങ്ങ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ 10 താറാമുട്ടയാ മൂപ്പര് തരാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് തുഴഞ്ഞു പോകാനാ ഈ പലക. അയ്യോ, പരിപാടി കൊള്ളാമല്ലോ. താൻ ഇതൊക്കെ എടുത്ത് പലകയിൽ കെട്ടിവെക്ക്. റെഡി, പോയേക്കാം. ഇനി താൻ തുഴയണം. താനിത് എങ്ങോട്ടായി പോകുന്നത്? കരയിലേക്ക് തുഴയടോ. അയ്യോ, ശരിയാവില്ല. ഇങ്ങുതാ, ഞാൻ തുഴയാം. എന്നിട്ടും രക്ഷയില്ല. കാറ്റുമാറി വീശിയിട്ടാവും. സൂത്ര, ദേ ഒരുട്ട് നമ്മള് നോക്കുന്നു. അയ്യോ, നമ്മള് അങ്ങോട്ട് പോണേ. അമ്മോ മക്കളെ, എന്റെ മുതുകത്തെന്തോ ഒരു കനം. ഒന്ന് മാറ്റിത്താ. വയസ്സായത് കൊണ്ട് കണ്ണു തീരെ കാണാൻ വയ്യ. എന്താത്? ശരു ശരു, ആരോ വന്ന് നിൽക്കുന്നു. ഞാനൊന്നും കണ്ടില്ല. ഇല്ലേ? തോന്നലായിരിക്കും. എണീക്കടോ. പിന്നെ ഒച്ച. ഒരു കുറുക്കനെയും കണ്ടു. എവിടെ? ഞാനൊന്നും കണ്ടില്ല. താൻ ഇങ്ങനെ പോത്ത് പോലെ ഉറങ്ങിയിട്ടാ ഞാൻ ശരിക്കും കണ്ടു. ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ തോന്നിയതായിരിക്കും. ഇത്തവണ കണ്ണടയ്ക്കാതെ കിടക്കാം. നോക്കട്ടെ. ശരു, പ്രേതം ദാ കണ്ണില്ലേ? എവിടെ? ഞാനൊന്നും കാണുന്നില്ല. താൻ ശരിക്കും കണ്ടോ? ഇല്ലാതെ പിന്നെ. അയ്യോ, ഇതെന്തോ അസുഖമോ? പെട്ടെന്ന് ചികിത്സിക്കണം. ഞാൻ മൂങ്ങ വൈദ്യരെ കണ്ടിട്ട് വരാം. കുഴപ്പമില്ലെന്ന വൈദ്യര് പറഞ്ഞത്. മരുന്ന് തന്നു. മരുന്ന് ഫലിച്ച്. ഇപ്പൊ എനിക്കും കാണാം. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലേ നമ്മളിന് പുല്ലും പഴവും ഒക്കെ തിന്നു ശീലിക്കേണ്ടി വരും. കാട്ടിലെ മൃഗസംഖ്യ കുറഞ്ഞു വരികയാണെന്ന്. ഞാൻ ഇന്നു മുതൽ ഒരു നേരം പച്ചക്കറിയാക്കാൻ തീരുമാനിച്ചു. ദാ പച്ചക്കറി തീറ്റയുടെ ഉദ്ഘാടനം. കയ്യടി. ടപ് ടപ് ടപ്. എന്തു പറ്റി സൂത്ര? വെള്ളം കൊണ്ടുവാ. ദാ ഇവനാ പുള്ളി. സൂത്ര, എന്റെ കടുവത്തലയിലൊരു ബുദ്ധി വരുന്നു. പോരട്ടെ. ഈ കായ ഒരെണ്ണം തിന്നപ്പോൾ തനിക്കിത്ര വെപ്രാളം.
എങ്കില് ഒരു 20 തിന്നാൽ ഒരു ആന പോലും എരിഞ്ഞു തട്ടിപ്പോയില്ലേ? പോവുമടോ ഈയടാ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, പറിച്ചു. അപ്പോ കുറുക്കന്റെ കൂടെ നടന്നതിന് ഗുണമുണ്ട്. 25 ഉണ്ട്. ദാ അവന് കൊടുക്കാം. എന്റെ പിറന്നാള് പ്രമാണിച്ച് ചേട്ടന് ഒരു സമ്മാനമാ. ഒറ്റയടിക്ക് മുഴുവൻ തിന്നേക്കണം. ഇപ്പൊ തീർക്കാം, ദാ വരുന്നു. ഒത്തു. ദും 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 ദും. നാശം പിടിക്ക, അവരത് പങ്കിട്ട് തിന്നടോ. ശരി, വേഗം സ്പീഡ് കൂടട്ടെ. ചാട്, കൊഴുത്തി പിടി, ഇടി, ഞെക്ക്, മാന്ത്. അങ്ങനെ. ഒമ്പടോ, ആര് വരുന്നുണ്ട്? വേഗം അതിനെ ഒളിപ്പിച്ചോ. ഓറയുടെ പിന്നിൽ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു ചെങ്ങാതിയാ വരുന്നത്. ശരി, താനൊരു സഹായം ചെയ്യണം. ആ മാനിനെ തട്ടിയത് ഞാനാണെന്ന് എന്റെ ചെങ്ങാതിയോടൊന്ന് പറയണം. അതിന് ഞാനല്ലേ മോനിനെ തട്ടിയത്? താൻ മാനിനെ തട്ടിയില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. ഞാൻ തട്ടി. അങ്ങനെ പറയല്ലേ ശരു. ഒരു 10 മുയലിനെ പിടിച്ചു തരാം. ഒരു കാര്യം ചെയ്യേ, താനൊന്നും പറയണ്ട. ഇവിടുന്നൊന്ന് മാറി തന്നാൽ മതി. വേഗം അങ്ങോട്ട് മാറിയിരി. ദേ അവനിങ്ങെത്തി. ആരിത്? കാലം കോയായല്ലോ കണ്ടിട്ട്. താനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഞാനേ ഒരു മാനിനെ തട്ടിയതേ ഉള്ളൂ. ദാ അപ്പുറത്ത് കിടപ്പുണ്ട്. ആ ശേരുവിനെ കൊണ്ട് ഒരു കാര്യം. സൂത്ര, ഞാൻ മോനിനെ തട്ടിയിട്ടില്ല. ഹിഹി, അതെനിക്കറിയില്ലേ. ഞാനല്ലേ തട്ടിയത്. അതല്ല സൂത്ര, മാൻ ചത്തില്ലായിരുന്നു. ആ ദ്രോഹി ഓടിപ്പോയിട്ട് 5 മിനിറ്റായി. അയ്യോ, ആവൂ, വയ്യാതായേ. എന്ന് പറ്റി? ഇളക്കി ഇളക്കി വയ്യാതായി. ഇതാണെങ്കിൽ നിർത്താനും പാടില്ല. നിർത്തിയാൽ എന്താ കുഴപ്പം? ഇതൊരു മരുന്നാ. ശരിയാ, മരുന്ന് നിർത്തിയാൽ കുഴപ്പമോ സൂത്ര? അതല്ല, ഇളക്കൽ നിർത്താൻ പാടില്ല, ഇടി കിട്ടും. മരുന്ന് ഇടിക്കുമോ? കടിയൻ സിംഹത്തിനുള്ള മരുന്നാ. നിർത്തിയാൽ അങ്ങേരുടെ ഇടി കിട്ടുമെന്ന്. ഇങ്ങതാ, ഞാൻ ഇളക്കാം. ഹിഹി. എന്തിനാ സൂത്ര വഴി പോകുന്ന ഇടി പിടിച്ചു വാങ്ങുന്നത്? എടോ, ഇത് കടിയനെ സന്തോഷിപ്പിക്കാനുള്ള വഴിയാ. എത്ര നേരം ഇളക്കണം? ആകെ 2 മണിക്കൂർ. ഇനി അരമണിക്കൂർ കൂടി മതി. അത് ഞാൻ ഏറ്റു. മരുന്ന് ഉടനെ എത്തിക്കുമെന്ന് നീ പോയി കടിയനോട് പറ. ഇളക്കുന്നത് സൂത്രനാണെന്ന് പ്രത്യേകം പറയണം. ഹിഹി. നോക്കി നിൽക്കുന്നത് ശരിയാണെന്നും പറയണേ. ഞാൻ ഇളക്കണോ? വേണ്ട വേണ്ട, ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം. വടി ഒടിഞ്ഞു. കളഞ്ഞിട്ട് വേറെ വടിയെടുക്കാം. ചേട്ടാ, മരുന്ന് എവിടെ? അത് ഈ പാത്രത്തിൽ. തോനെന്ത് കോളിയാക്കുകയാണോ? പാത്രത്തിലുള്ളത് പച്ച വെള്ളമല്ലേ? 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഇളക്കിയ മരുന്ന് എവിടെന്നാ ചോദിച്ചത്? അതായിരുന്നോ മരുന്ന്? അടിയന്റെ മോനെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയാ. പറ മോനെ, 1 1 എത്രയാ? 7. 7? ഇത് 1, ഇത് വേറെ 1. ഇപ്പൊ 7 ആയില്ലേ? സംഗതി ശരിയാണല്ലോ സൂത്ര. വേറെ ചോദ്യം. 2 തലയൻ പാമ്പിന്റെ ഒരു തല പോയാൽ ബാക്കി എത്ര തല? 2 തലയുള്ള പാമ്പുണ്ടോ? ഉണ്ടോന്ന്. ഇന്നലെ ഞാൻ ഒരെണ്ണത്തിന് ചുട്ടു തിന്നതല്ലേ. അതിപ്പോ? എനിക്കും കാണാനാ 2 തലയൻ പാമ്പിനെ. ഇപ്പൊ പറ്റൂല.
ഒമ്പടോ, പിള്ളേരെ പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ഇപ്പൊ പറ്റില്ലെന്നോ? കൊണ്ടുപോടോ രണ്ടു തലയും പാമ്പിന്. ഇല്ലെങ്കിൽ ആ വെറുതെ പുളു അടിച്ചിട്ടല്ലേ. ഒരു വഴിയുണ്ട്. അനിയന്മാരെ, കുറച്ചു നേരത്തേക്ക് ഈ കുഴലിലൊന്ന് കേറിയിരിക്കാമോ? മോനെ, രണ്ട് തലേൻ പാമ്പ് റെഡി. മോനെ, കണക്കൊക്കെ പഠിച്ചോ? പഠിച്ചു. ഒന്നാൽ പറ, രണ്ടു തലയൻ പാമ്പിന്റെ ഒരു തല പോയാൽ ബാക്കി എത്ര തല? എവിടുന്ന് കിട്ടിയടോ ഈ കണക്ക്? നിൽക്കടോ ഇവിടെ. എന്റെ അനിയനെ ഇപ്പൊ വിട്ടു കിട്ടണം. ഇന്നലെ നട്ട ചെടിയുടെ ഇല കാണാനില്ല. ഇത് പറിച്ചു കളഞ്ഞ് വേറൊരു ചെടി വയ്ക്കാം. ചേടാ, ഇന്നും ഇല പോയി. മാറ്റി വേറൊന്ന് വയ്ക്കാം. വീണ്ടും പോയി. ഇതേതോ പ്രാണിയുടെ ശല്യമാ. എന്തൊരു അത്ഭുതമായല്ലേ. ഞങ്ങൾ എത്ര തവണ ഇല പറിച്ചു കളഞ്ഞതാ, പിന്നെയും ഇല മുളയ്ക്കും. നിന്നെ ഞാൻ ഇതാരോ? അമ്മാവന്റെ മകനാ. ഇനി ഇവനെ നമ്മൾ നോക്കണമെന്ന്. പണ്ട് തന്റെ അമ്മാവന്റെ മോനെ നോക്കിയത് ഞാൻ മറന്നിട്ടില്ല. ഇവൻ അവനേക്കാൾ ഇല്ലനാ. എന്ത് കിട്ടിയാലും ഇവനൊന്ന് കടിച്ചു നോക്കും. ഓഹോ, അത്രയുള്ളോ? എന്റെ അമ്മ, ഇതാ പറഞ്ഞത്. ഞാൻ ഇതുപോലെ ഒരു 15 കടി കൊണ്ടതാ. ഇവനെ ശല്യമില്ലാതെ എവിടെയെങ്കിലും ഇരുത്തണം. ഒരു വഴിയുണ്ട്. ഇവിടെ ഇരുത്താം. തന്നെത്താൻ ഇറങ്ങില്ല, ശല്യമില്ല. എന്തോ ഇവന്റെ പേര്? ആർക്കറിയാം, അമ്മാവനോട് ചോദിക്കണം. ഇവനൊക്കെ ഒരു പേരിട്ട് കൊടുത്താൽ ഇവനെന്ത് കടിച്ചു തുണ്ടമാക്കി കളയും. അതോ ചതിച്ചു. അവൻ ഉരുണ്ടു വീണു. അമ്മാവൻ ഇവന്റെ കരച്ചില് കേട്ട് വന്നാൽ പുലിവാല. ശരൂ, ഇത് എങ്ങനെയൊന്ന് ഓഫ് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. ഇവന് വല്ലതും കടിക്കാൻ കൊടുക്കണം. പ്ലീസ്, കരച്ചില് നിർത്ത്. വേണേൽ വാലിൽ കടിച്ചോ. ക്രും. സൂത്രം കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ എന്തോ സൂത്രം കണ്ടുപിടിച്ചല്ലോ. ഇന്നലെ ശരിയാ പറഞ്ഞത്. ഇവനും വലിയ വാശിക്കാരനാ. ഒന്ന് മാറ്റിത്തരണം. വേണേൽ ഒരാഴ്ച കൂടെ നിർത്തിക്കോ. കുടും. ആകെ ചപ്പും ചവറും. ഗുഹയ്ക്കടുത്ത് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത് അത്ര ശരിയല്ല. വല്ല പാമ്പും വന്ന് കേറിയാലേ. അയ്യോ, പാമ്പ്! വേഗം വാ, അവൻ എങ്ങോട്ടാ പോണതെന്ന് നോക്കണം. കുഴഞ്ഞു. മൂപ്പരുടെ ചേട്ടനും അനിയനും ഒക്കെ പിന്നാലെ വരും. എങ്ങനെ സ്വൈര്യമായിട്ട് കിടന്നുറങ്ങും? എന്തോ ഒരു വഴി. സൂത്രം കിട്ടി. എനിക്കും ഒരു സൂത്രം കിട്ടി. തന്റെ സൂത്രം അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പ വരാം. ഇതിനെ ഒന്ന് കാണാം. ഈല മാളത്തിനകത്തിട്ടാൽ മതി. പാമ്പ് പറക്കും. വലിയ ഉപകാരം. ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വാ, കാണിച്ചു തരാം. നേരത്തെ കേറിപ്പോയവന്റെ ചേട്ടനും അനിയനും ഒന്നും ഇനി വരില്ല സൂത്ര. വന്നാൽ തന്നെ കൺഫ്യൂഷനായിട്ട് തിരിച്ചു പോയിക്കോളും. രക്ഷിക്കണേ! രക്ഷിക്കണേ! എന്നെ വിളിച്ചോ? എന്തു പറ്റിയ സൂത്ര? ഒരു കരച്ചില് കേട്ടല്ലോ. ആണക്കേടായി. ഇനി ഈ മണ്ടനെ ബോധ്യപ്പെടുത്താനാ പാട്. കണ്ടോ
ഞാൻ വിറയ്ക്കുന്നത് കണ്ടോ? തണുത്തിട്ടോ? ഉടനെ മഞ്ഞു പെയ്യും. ഞാൻ സ്വപ്നം കണ്ടു. വരാൻ പോകുന്ന കാര്യങ്ങള് ഞാൻ മുൻകൂട്ടി സ്വപ്നം കാണും. ഇവിടെ കംപ്ലീറ്റ് മഞ്ഞു വന്ന് മൂടും. തണുക്കുന്നേ. വേണ്ടാച്ചാ വിശ്വസിച്ചു. ഇനി വന്നാൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാം. ഇതെന്താ? തണുപ്പ് മാറിയോ സൂത്ര? ഇനി മഞ്ഞു വീണാലും താൻ പേടിക്കണ്ട. വൈദ്യരെ, എനിക്കൊരു വയറുവേദന. ഇന്നെന്താ കഴിച്ചത്? എന്തോ ഒരു പഴം തിന്നു. അതിന്റെ വേദനയാണോ എന്ന് സംശയമുണ്ട്. ഭാഗ്യത്തിന് ഏതോ ഒരു പഴം ഞാൻ തിന്നില്ല. എന്തു പഴം? മൂക്കൻകുന്നിന്റെ തെക്കേ ചെരുവിലെ മരത്തിലുണ്ടായ പഴമാ? അയ്യോ, പഴത്തിന് നീല നിറമാണോ? അതെ. എന്താ വൈദ്യരെ? അത് വിഷപ്പഴമാ. അപൂർവമായി മാത്രമേ ആ മരത്തിൽ പഴം ഉണ്ടാകാറുള്ളൂ. അയ്യോ, കുഴപ്പമായോ? റാണി ഇല തിന്നെ വേഗം. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഇനി പേടിക്കാനില്ല. ഇനി പേടിക്കണമെങ്കിൽ പഴം തിന്നണം അല്ലേ? ആ പഴം തിന്നാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആരും ജീവിക്കൂ. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ. കണ്ടവരോടൊക്കെ പറയാം. പഴം കണ്ടവരാണോ എന്ന് എങ്ങനെ അറിയും? പഴം കണ്ടവരോടല്ല, നമ്മൾ കണ്ടവരോട്. ചേട്ടാ, മൂക്കൻ കുന്നിനടുത്തുള്ള നീലപ്പഴം തിന്നല്ലേ. വിരലിലുണ്ടാവുന്ന ദിവസമേ ജീവിക്കൂ. നീലപ്പഴം തിന്നല്ലേ. വിരലിലുണ്ടാവുന്ന. ചേട്ടാ, നമ്മൾ എന്തിനെങ്ങനെ പറഞ്ഞു നടക്കുന്നത്? മരത്തിനടുത്ത് എഴുതി വെച്ചാൽ പോരെ? അതാ എളുപ്പം. ഈ മരത്തിലെ നീലപ്പഴം തിന്നരുത്. തിന്നാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ ജീവിക്കൂ എന്ന് മൂങ്ങ വൈദ്യർ അറിയിക്കുന്നു. കുറച്ചു നേരം താനിവിടെ നിന്നോ. ആരെങ്കിലും ഇത് വായിച്ച് സംശയം ചോദിച്ചാൽ പറയണം. സൂത്ര, വൈദ്യരുടെ അടുത്തേക്കോ. അവൻ നീലപ്പഴം തിന്നു. അയ്യോ, വയറുവേദനിക്കുന്നേ. ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിട്ടും പഴം തിന്നോ? ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ തിന്നത്. താൻ പറഞ്ഞോ? അത് സൂത്ര, വിരലിലെണ്ണാവുന്ന ദിവസം ജീവിക്കുമെന്നല്ലേ. വിരലില്ലാത്തവർക്ക് കുഴപ്പമില്ലെന്ന് കരുതി. അഞ്ചടി പ്ലാവിന്റെ അടുത്ത് വെച്ചൊരു പുലക്കൊട്ടി എന്നെ അടിച്ചു. പാടി കൊണ്ട് തലയ്ക്ക അടിച്ചത്. എന്നിട്ട് നീ അവനെയും അടിച്ചില്ലേ? ഇല്ല. വടി കൊണ്ട് അടിച്ചാൽ തിരിച്ചു വടി കൊണ്ട് അടിക്കണ്ടേ? എന്റെ കയ്യിൽ വടിയില്ലായിരുന്നു. വടി കിട്ടാനാണോ പ്രയാസം? ഒരു വടി. ഇതൊക്കെ ഏത് സ്ഥലത്തും കിട്ടും. നീ എങ്ങോട്ടാ? അഞ്ചിരി പ്ലാവിന്റെ അടുത്ത് കൊണ്ട് വെച്ചു. ഇനി അവിടെ വെച്ച് അവനെന്നെ തല്ലിയാൽ തിരിച്ചടിക്കാനാ. എനിക്കിഷ്ടം ശേരുക്കടുവയാ. നല്ല ശക്തിയാ. വലിയ കാര്യമായി പോയി. ബുദ്ധിമാനായ സൂത്രന്റെ വാല് പിടിച്ച് നടക്കാനല്ലാതെ ആ തടിയൻ എന്തറിയാം? അങ്ങനെ പറഞ്ഞു കൊടു. മഹാൻ പോലും മഹാൻ. ഇത്രയും മണ്ടനായ കടുവ ഇന്നോളം കാട്ടിലുണ്ടായിട്ടില്ല. ബല്ലേ. ആ മണ്ടന്റെ ക്ഷമ ഞങ്ങളുടെ സൂത്രന് വേണ്ടെങ്കിലോ? സൂത്രൻ കി ജയ്. മിണ്ടാൻ നീ എന്ത് ചെയ്യുമടാ? അടിയണ്ടവന്മാരെ. ഒക്കെ തീർന്നു. ആ പണി തീർന്നിട്ടില്ല. വീരൻ ശരു സിന്ദാബാദ്. വീരാ വീരാ ശേരുക്കടുവേ ജയ്. സൂത്രൻ ഞങ്ങൾക്കു. സൂത്ര, കുറെ എലികൾ വന്ന് എനിക്ക് ജയ് വിളിച്ചു. ഞാൻ അറിഞ്ഞു. ചുമ്മാ ഉറഞ്ഞിക്കണത് എന്നെ കോലത്തിലാക്കിയിട്ടാ അവന്മാര് പോയത്.
എന്താ കാര്യമെന്ന് മാത്രം പിടി കിട്ടുന്നില്ല.